രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. 10 ദിവസത്തിനിടെ മൂന്നാം തവണയാണ് വില വർധന. അതേസമയം തുടർച്ചയായ ഇന്ധനവില വർധനവിൽ ന്യായീകരിച്ച് കേന്ദ്രം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 20 മുതൽ 90% വരെ വർദ്ധിച്ചു. ഇന്ത്യ 5% മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ഇങ്ങനെയാണ് കേന്ദ്രത്തിന്റെ ന്യായീകരണം. പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യൻ എണ്ണ കമ്പനികൾ 76 ദിവസം വില വർദ്ധിപ്പിച്ചില്ല. 3 തവണയായി 5 രൂപയ്ക്കടുത്ത് വർധനവ് മാത്രമാണ് ഉണ്ടായതെന്ന് പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള ഊർജ്ജ വിപണികളിലെ തുടർച്ചയായ ചാഞ്ചാട്ടത്തിനിടയിൽ 10 ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ ഇന്ധനവില വർധനവാണ് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണവില ഉയരുന്നതിനിടെ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ തവണയാണ് ഇന്ത്യയിൽ ഇന്ധനവിലയിൽ വർധനവുണ്ടായത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള വിതരണ ആശങ്കകളും കാരണം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതിനെ തുടർന്ന് ഇന്ധനവില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ വർധനവുണ്ടായത്. അതിനിടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിനിടയിൽ അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. ഫെബ്രുവരിയിൽ ബാരലിന് ശരാശരി $69 ആയിരുന്ന ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ബാരലിന് സമീപ മാസങ്ങളിൽ ഏകദേശം $113 മുതൽ $114 ഉയർന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.